തിരുവനന്തപുരത്ത് ജോയിയുടെ മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളം മോചിതമായി വരുന്നതേയുള്ളൂ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുള്ളിലെ മാലിന്യ കൂമ്പാരം കണ്ട് കേരളം ഞെട്ടിത്തെരിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. നഗരസഭയെ കുറ്റപ്പെടുത്തി കൈകഴുകാനുള്ള റെയിൽവേ നീക്കം പക്ഷേ വിജയിച്ചില്ല. റെയിൽവേയുടെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണം കൂടി നമ്മളിന്ന് കാണുകയാണ്. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ കൂമ്പാരമാണ്. മാലിന്യം നീക്കാനായി നഗരസഭ നിരവധി തവണ നൽകിയ നോട്ടീസിന് പുല്ലുവില കൽപ്പിച്ച് റെയിൽവേ. നഗരസഭ നൽകിയ പ്രോസിക്യൂഷൻ നോട്ടീസും മാലിന്യ കൂമ്പാരത്തിൻ്റെ ദൃശ്യങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഷീജ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ മാലിന്യ കൂമ്പാരത്തിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയാണ് കൊണ്ടുവന്നത്. എത്രമാത്രം ഭയാനകമായ അവസ്ഥയിലാണ് ഈ മാലിന്യ കൂമ്പാരം കിടക്കുന്നത്? തീർച്ചയായും ഷമ്മി, ഏതായാലും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ കൂമ്പാരം അതിൻ്റെ ദൃശ്യം വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നോ ഇന്നലെയോ അല്ല ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന മാലിന്യം ഏത് രീതിയിൽ നീക്കം ചെയ്യപ്പെടുന്നു എന്നത് സംബന്ധിച്ച് പുറം ലോകത്തിന് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും നമ്മുടെയൊക്കെ ശ്രദ്ധ എത്തുന്നത് ജോയിയുടെ മരണം ആ ഒരു ദുരന്തത്തിലൂടെയായിരുന്നു. നമ്മുടെയൊക്കെ കൂടുതൽ ശ്രദ്ധ പോലും അങ്ങോട്ടേക്ക് എത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തുണ്ടായ ഈ ഒരു ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് അത്തരത്തിലുള്ള മാലിന്യം കൃത്യമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളൊരു നിലപാടാണ് റെയിൽവേ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് രാവിലെ ഞാനും നമ്മുടെ ക്യാമറാമാനായ പ്രമോദ് പന്നിയോടും ചേർന്ന് തിരുവനന്തപുരത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളാണ് നൽകുന്നത്. അതിൽ ഇന്നലത്തേതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഒരു നീല ടാർപോൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങൾ പകുതിയോളം മറച്ചു വയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ മാലിന്യങ്ങൾ അതേ രീതിയിൽ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതൊരു കൂമ്പാരമായി നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ വലിയ തോതിൽ ശക്തമായ രീതിയിൽ പെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് താന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മാലിന്യങ്ങൾ അവിടെ വലിയ തോതിൽ കിടക്കുകയാണ്. ഇതിൽ രണ്ട് തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. അതിൽ ഒന്ന് ഇന്നത്തെ ദൃശ്യങ്ങൾ, അതാണ് ഈ നീല ടാർപോൾ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ അതിൻ്റെ നടുവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് വലിയ ചാക്കുകളിൽ കെട്ടി ഗാർബേജ് ബാഗുകളിലൊക്കെയായി അതിൻ്റെ പരിസരത്തൊക്കെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും അധികം ദൂരത്തിലൊന്നുമല്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്ത് തന്നെയാണ്, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ ഈ രീതിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ ഇതിലൂടെ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിൽ നിരവധി യാത്രക്കാരാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ദിനംപ്രതി യാത്ര ചെയ്യുന്നത്. ഈ യാത്രക്കാരുടെ ആരോഗ്യ സുരക്ഷ പോലും ഒരുക്കാതെയാണ് റെയിൽവേയുടെ ഇത്തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥത എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നുണ്ട് എന്നുള്ള വിവരം തിരുവനന്തപുരം നഗരസഭയ്ക്കും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭ നിരവധി തവണ ഈ മാലിന്യം നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ നോട്ടീസിനൊന്നും റെയിൽവേ ഒരു വില പോലും കൽപ്പിച്ചില്ല. പുല്ലുവില കൽപ്പിച്ചതാണ് റെയിൽവേയുടെ നിലപാട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.